ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മണി സോൺ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫ്രീ മൈനിങ് പ്രോജക്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ആസ് യൂഷ്വൽ ടെലിഗ്രാമിലൂടെ തന്നെ ഒരു ബോട്ട് ത്രൂ മൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പ്ലൂട്ടോ എന്നാണ് ഈ ഒരു ടോക്കൻ്റെ പേര്. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിലൊരു 1 hour ഇൻ്റർവെൽ മാറ്റി നമുക്ക് ഇത് മൈൻ ചെയ്തെടുക്കാം. അതായത് ഫാമിംഗ് എന്നൊരു ഓപ്ഷൻ വരും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു 1 hour കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കുറച്ച് സിമ്പിൾ ടാസ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ ബൂസ്റ്റ് എന്ന ഓപ്ഷൻ കറൻ്റ്ലി അവൈലബിൾ അല്ല, കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് മേ ബി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും നമുക്കിതിലൂടെ പ്ലൂട്ടോ ടോക്കൺസ് ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ട് അത് ത്രൂ നമുക്ക് പ്ലൂട്ടോ ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി വിഡ്രോ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു 50,000 ടോക്കൺസ് ആയിക്കഴിഞ്ഞാലാണ് നമുക്കിതിൽ വിഡ്രോ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്കാണ്. അതിൽ പ്രത്യേക ഒരു ഈക്കോ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് വിഡ്രോ അടിക്കാൻ സാധിക്കുള്ളൂ. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. ഇത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പ്ലൂട്ടോ ഫാമിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ചാനലുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാൻ പറ്റും. അതിലവർ വ്യക്തമായിട്ട് വീഡിയോസ് ആയതും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതെങ്ങനെയാണ്, ആദ്യം നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈഗോ ചെയിൻ മെയിൻ നെറ്റാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് കസ്റ്റം നെറ്റ്വർക്കിൽ പോയിട്ട് ജസ്റ്റ് ഈഗോ ചെയിൻ നെറ്റ്വർക്ക് നെയിം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴത്തെ URL ലിങ്ക്, അതുപോലെ ചെയിൻ ID, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ടെലിഗ്രാം ചാനലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പേര് കൊടുത്തു. അതുപോലെ നമുക്ക് താഴെയുള്ള URL ഇതെല്ലാം സെയിം ആ ഒരു ചാനലിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ URL കോപ്പി ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയിൻ ID അടിച്ചു കൊടുക്കണം. ജസ്റ്റ് അതിലുള്ള പോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സിമ്പലും അവരവിടെ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ബ്ലോക്ക് എക്സ്പ്ലോറർ URL അതും നമ്മൾ ചാനലിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അത് ജസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ന്യൂ നെറ്റ്വർക്ക് ആഡഡ് എന്ന് കാണിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും പുതിയ നെറ്റ്വർക്ക് ആഡ് ആയത്. ഓക്കെ, ഇനി നമുക്ക് ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതും നമുക്ക് സെയിം ഗ്രൂപ്പിൽ തന്നെ അതിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇമ്പോർട്ട് ടോക്കൺസ് ഉള്ള ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ടോക്കൺ സിമ്പിൾ നമ്മൾ PLT എന്ന് കൊടുക്കുക. ജസ്റ്റ് താഴെയുള്ള നമ്പർ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അഡ്രസ്സ് ആഡായത് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഇവിടെ 50,600 ഇത് ഞാൻ ഓൾറെഡി മുന്നേ വിഡ്രോ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് എൻ്റെ ഇതിലൂടെ ട്രാൻസാക്ഷനിൽ കാണാൻ സാധിക്കും 50,600. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാനായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഇതുപോലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.